പി ആർ. താങ്ക് യു ബിഗ് ബോസ് ടീം. ഫൈനലി ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു എപ്പിസോഡ്, ഒരു ലൈവ്, ഒരു മോർണിംഗ് ടാസ്ക്. അതായത് നമ്മൾ പി ആറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി ഞാനായിരിക്കും. സിനിമ പി ആറിനെ കുറിച്ചും രാഷ്ട്രീയ പി ആറിനെ കുറിച്ചും പേഴ്സണൽ പി ആറിനെ കുറിച്ചും ബിഗ് ബോസ് പി ആറിനെ കുറിച്ചും ഞാൻ മാറി തലങ്ങും വിലങ്ങും ഇഷ്ടം പോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദ വേൾഡ് റൺസ് ബൈ ദിസ് പി ആർ ഗ്യാങ്. നിങ്ങളൊക്കെ കുറേ പേര് ഇതിൻ്റെ മാനിപ്പുലേഷനിൽ പോയി പെടുന്നുണ്ടല്ലോ, കഷ്ടം തന്നെ എന്ന് പറഞ്ഞപ്പോൾ എനിക്കിട്ട് തെറിവിളിയായിരുന്നു. പി ആർ മോശമാണ്, വേസ്റ്റാണ്, പൊട്ടയാണ് എന്നൊന്നും ഞാൻ കംപ്ലീറ്റ്ലി എഴുതി തള്ളുന്നില്ല. ഓക്കെ, ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അടക്കം പി ആർ ഉണ്ടെങ്കിൽ മാത്രമേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് പി ആർ ഇല്ലാതെ മീഡിയന് മുന്നിൽ വന്ന ഒരു അക്ഷരം പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന് ബിഗ് ബോസിലെ പി ആർ എന്തോ വലിയ എന്താ പറയുക പൊട്ടയാണ്, വേസ്റ്റാന്നൊന്നും പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ലടേ. കാരണം നമ്മൾ പി ആർ മാത്രമുള്ള ഒരു വേൾഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് കയ്യിൽ പൈസ ഉണ്ടോ, ഇഫ് യു ക്യാൻ ഹയർ എ പി ആർ ടീം, ആളുകളുടെ മുന്നിൽ നിങ്ങൾ പൊളിയായിരിക്കും മാൻ. യു വിൽ ബി ലൈക്ക്, നിങ്ങൾ എന്ത് ചെറ്റത്തരോ തെണ്ടിത്തരോ നക്കിത്തരോ ചെയ്തോ നിങ്ങളായിരിക്കും പൊളി. പി ആർ ഉണ്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. സീസൺ 6 വിന്നറുടെ ലൈഫ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. പി ആർ ഉള്ള ടൈമിൽ അയാൾ കിങ് ആയിരുന്നു. പി ആർ പിന്നെന്താണ് മാറിയതോട് കൂടിയിട്ട് എരപ്പാളി പോലെ താഴെ ചാടി. മനസ്സിലായില്ലേ? അതൊറ്റൊരു എക്സാമ്പിൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പി ആർ വർക്ക് ചെയ്യുമ്പോഴും ആഫ്റ്റർ പി ആർ. ഓക്കെ, ഇനി ബിഗ് ബോസിൽ ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ എല്ലാവരും ഈ വീഡിയോയുടെ തംബ്നെയിലും ടൈറ്റിലും കണ്ട് എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ വ്യക്തിയെ കാണാനായിരിക്കും. ജിൻഡോൻ്റെ ഒപ്പമുള്ള പിക്കന്നെ ഇടാൻ കാരണം, കഴിഞ്ഞ വർഷം ജിൻഡോയുടെ പി ആർ ആയിരുന്നു ഈ വ്യക്തി. ജിൻഡോ കപ്പടിച്ചതിൽ ഇയാളുടെ പി ആർ വർക്കിന് ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ഇവരുടെ ഒരു പി ആർ സ്ട്രാറ്റജി, അത് ഓരോ ഇയർ ഓരോ ഗെയിമറിനനുസരിച്ച് ഓരോ കണ്ടസ്റ്റൻ്റ് അവർ ആരുടെ പി ആർ വർക്കാണോ കൊടുക്കുക അതിനനുസരിച്ച് മാറി മറിഞ്ഞു വരിക്കും. ഓക്കെ, ഇത് മറ്റേ യുദ്ധത്തിൽ ഇമോഷൻസ് ഇല്ല, ചതിക്കാം, അങ്ങനെ പല രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള പോലെ തന്നെയാണ് ഇവരുടെ പി ആർ വർക്കുകളും. അവരുടെ കണ്ടസ്റ്റൻസിനെ കാശ് വാങ്ങി ജയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് ഗോൾ. അതിന് ഇനി ഏത് കണ്ടസ്റ്റൻറ്റിനെയോ അല്ലെങ്കിൽ ഏത് സിനാരിയോ ക്രിയേറ്റ് ചെയ്യാനും ദേ ആർ റെഡി ഫോർ ഇറ്റ്. മനസ്സിലായോ? അപ്പോൾ ഈ പി ആർ തന്നെയാണ് ഇന്നിപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന അനുമോളുടെ പി ആർ എന്ന് പറയുന്ന വിനു വിജയ്. ഞാൻ 2 വീഡിയോ ക്ലിപ്സ് ഇവിടെ പ്ലേ ചെയ്യാം. ഇത് ഞാൻ മുന്നേ എടുത്ത് വെച്ചതാണ്. ഞാൻ അപ്പോഴേ വിനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് ഇയർ ഞാൻ വിനുവിനെ ലോകങ്ങളെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഐ ഷോ യു ദിസ് ഈസ് ദ പി ആർ മാൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഒഫീഷ്യലി നിങ്ങൾക്ക് ഇവിടെ അനുമോളുടെ പി ആറിനെ റിവീൽ ചെയ്യാണ്. ദിസ് ഈസ് വിനു വിജയ്. ഇതാണ് നമ്മുടെ അനുമോളുടെ പി ആർ, ഒഫീഷ്യൽ പി ആർ. സ്റ്റോപ്പ് റെക്കോർഡിംഗ്. 10 അനുമോക്കന്റെ കോട്ടയം അല്ലേ? ഓക്കെ. നല്ല പണിയെടുക്കുന്ന പി ആർ അനുമോളുടെ പി ആർ. എത്ര ലക്ഷം വാങ്ങിച്ചെന്ന് പറ. ഞാൻ പറഞ്ഞുതരാം 13 ലക്ഷം രൂപ. അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ എന്തിനായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ഇന്നത്തോടു കൂടി വൈറലാവും. ഇന്നത്തിന്റെ എക്സ്ക്ലൂസീവ് ആണത്. ഇത് ഞാൻ സിബിന്റെ ആരെയും കല്യാണത്തിന് പോയപ്പോൾ എടുത്തു വെച്ചാണ്. വിനു എൻ്റെ നല്ല അടുത്ത കൂട്ടുകാരാണ്, നല്ല അടുത്ത ഫ്രണ്ടാണ്. ഓക്കെ, വിനു ചെയ്യുന്നത് വിനുവിൻ്റെ തൊഴിലാണ്, വിനുവിൻ്റെ ജോലിയാണ്. ഇപ്പോൾ സീസൺ 6 വിനു ജിൻഡോയുടെ പി ആർ ആയിരുന്ന സമയത്ത്, ആ ഗെയിം നടക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടസ്റ്റൻ്റ് ആയ ഞാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്കെതിരെ ആണെങ്കിൽ പോലും വിനുവിൻ്റെ പണിയെടുത്തിട്ടുണ്ട്. ഓക്കെ, വിനു എന്ന് പറഞ്ഞാൽ വിനു വിജയ് എന്ന് പറഞ്ഞ ഒരു പി ആറിന് അനുമോളുടെ പി ആർ ആയിട്ട് കാശ് മേടിച്ചത് ഇപ്പോൾ 16 ലക്ഷം 15 ലക്ഷം പല കണക്കുകളും വരുന്നുണ്ട്. നിങ്ങൾ എന്താണെങ്കിൽ 13ൻ്റെയും 16ൻ്റെയും സ്കെയിലിൽ 1 ലക്ഷം പിടിച്ചോ. ഓക്കെ, അത് 13 ആവാം, 14 ആവാം, 15 ആവാം, 16 ആവാം. പേയ്മെൻറ്റ് പോകുന്ന രീതികളും അതൊക്കെ വേറെ സംഗതികളാണ്. അത് ഞാൻ മുന്നോട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. മേ ബി അങ്ങനെ തന്നെ ആയിരിക്കാനുള്ള ചാൻസുകളാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. എന്താണെങ്കിലും വിനു ആസ് എ പി ആർ അയാൾക്ക് അയാളുടെ പണി എടുത്തേ പറ്റൂ. കാരണം ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് പി ആർ കൊടുത്തു പോകുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇത്രയും ലക്ഷം രൂപ തരുമ്പോൾ ഞങ്ങളെ വിന്നറാക്കണം തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ വിനുവിൻ്റെ പണി നടക്കുന്നത്, പി ആറുകളൊക്കെ പി ആറിൻ്റെ പണി നടക്കുന്നത്. ഇപ്പോൾ അക്ബറിന് പി ആർ ഉണ്ട്, ഷാനവാസിന് പി ആർ ഉണ്ട്, അനീഷിന് പി ആർ ഉണ്ട്, ഈവൻ ആര്യന് പി ആർ ഉണ്ട്, കുറേ പേർക്ക് പി ആർ ഉണ്ട്. അതിനകത്ത് ബിന്നിക്ക് പി ആർ, ഈ പറഞ്ഞ ബിന്നിക്ക് അടക്കം പി ആർ ഉണ്ട്.
മനസ്സിലായോ? ബിഗ് ബോസ് ഷോയിൽ എവിടെയും PR പാടില്ല എന്നോ PR ഉള്ള ഒരു കണ്ടസ്റ്റനെ ഞങ്ങൾ എടുക്കില്ല എന്നൊന്നും ബിഗ് ബോസിൻ്റെ ടീം പറയാറില്ല. എൻഡ് ഓഫ് ദ ഡേ ഞാൻ ബിഗ് ബോസിൻ്റെ PR ആണ്, നിങ്ങൾ ഓരോരുത്തരും ബിഗ് ബോസിൻ്റെ PR ആണ്. കണ്ടസ്റ്റൻസും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവരൊക്കെ ആ ഷോയുടെ PRകളാണ്. മനസ്സിലായില്ലേ? ഞാൻ ജനങ്ങളോട് ജെന്യുവിനായിട്ട് ഈ ഷോ കണ്ട് മാനിപ്പുലേറ്റ് ആയി പോകുന്ന ജനങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഗെയിം അസസ് ചെയ്യേണ്ടത് ഒരു 5 സെക്കൻഡ് റീല് കണ്ടിട്ടല്ല. ഓക്കെ? അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ലൈവ് കണ്ട ഒരു പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ അന്നത്തെ സിനാരിയോ അന്നത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകരുത്. ഇതിനൊരു ഫ്രണ്ട് ആൻഡ് ബാക്ക് ഉണ്ട് ബിഗ് ബോസിന്. ഒരു കണ്ടസ്റ്റൻ്റ് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റെ സ്റ്റോറി ലൈൻ, ഞാനിത് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ടസ്റ്റൻറ്റിന് 7-8 സ്റ്റോറി ലൈൻസ് കാണും. അതിൽ ഏത് സ്റ്റോറി ലൈനാണ് ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് മിനിമം ഒരു ഐഡിയ വേണം ഒരാൾക്ക്. ഇതെന്താ അറിയോ, ഒരു ഉറുമ്പ് അങ്ങോട്ട് അരിമണിയും കൊണ്ടുപോകുമ്പോൾ അതിന് പിന്നാലെ എല്ലാവരും കൂടി ഓടുമ്പോൾ ഒരു മാസീവ് ക്രൗഡ് ഒരാൾക്ക് കൈയടിക്കാൻ വന്നൊരു സിനാരിയോ വരുമ്പോൾ, അല്ലെങ്കിൽ അനുമോളെ പോലൊരു കണ്ടസ്റ്റൻ്റ് ഒരു ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക കുറേ ഷോകൾ ചെയ്ത നല്ല രീതിയിൽ വാം റിസപ്ഷൻ എല്ലാവരിൽ നിന്ന് വാങ്ങുന്ന കുടുംബ പ്രേക്ഷകരുടെ കയ്യടി നേടി പോകുന്ന ഒരാൾക്ക് പ്ലസ് ഒരു ഇത്രയും ലക്ഷം രൂപയുടെ PR കൂടി ആകുമ്പോൾ, അതും PR പണി എടുത്തതിന് മുമ്പ് ബിഗ് ബോസിൽ സക്സസ് റേറ്റ് ഏറ്റവും കൂടിയ PRൻ്റെ കയ്യിലും കൂടി ആകുമ്പോൾ അനുമോക്ക് കാര്യങ്ങൾ ഈസി ആയിരിക്കും. അത് വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ PR ചെയ്യാൻ പാടില്ല, PR ചെയ്തതുകൊണ്ട് അനുമോളെ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കും, അങ്ങനെയൊന്നുമില്ല. PR എന്ന് പറഞ്ഞ സാധനം നല്ലതുമാണ് ചീത്തയാണ്. പക്ഷെ PR എന്തെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം പ്രേക്ഷകർ എന്ത് ചെയ്യാൻ, മുന്നോട്ട് ഈ ഷോ കാണാനും മുന്നോട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണോ വേണോ ഒക്കെ തീരുമാനിക്കുന്നത് നിങ്ങളെ ഇഷ്ടമാണ്. മനസ്സിലായല്ലോ? പിന്നെ ഈ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ പരിപാടികളും നിർത്തണം. ഇപ്പം ഞാനടക്കമുള്ള പ്രീവിയസ് കണ്ടസ്റ്റൻസ് അനുഭവിക്കുന്നുണ്ട്. ഈ PRകൾ അടക്കമുള്ള ആളുകൾ ചെയ്തു വെച്ച ഒരു ഹെയ്റ്റ് നമുക്കെതിരെ അല്ലെങ്കിൽ ഫേക്ക് സാധനങ്ങൾ നമുക്കെതിരെ വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അതിൻ്റെ ഒരു ഗ്രാവിറ്റിയിൽ നിന്നൊന്നും നമുക്കൊന്നും ഇപ്പോഴും പോകാൻ പറ്റില്ല. അതൊക്കെ നമ്മളെ ചുറ്റും ഇപ്പോഴും ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തത് ഒരു 99% ഈ PRകളാണ്. അവരവരുടെ പണി അന്ന് എടുത്തു വെച്ചത് ഇന്നും നമ്മളെ പിന്നാലെ ബാധ പോലെ നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ PRകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും ഞാൻ തന്നെയാണ് ദ റൈറ്റ് പേഴ്സൺ ടു എക്സ്പോസ് സം PRs ഓൾസോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വിനു എന്ന് പറഞ്ഞിട്ടുള്ള PRനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഈ സീസണിൽ നിന്നല്ല ബിഗ് ബോസിൻ്റെ ഈ അടുത്ത സീസണിലൊക്കെ ഏറ്റവും ഹൈ സക്സസ് റേറ്റ് ഉള്ള PRനെയാണ് അനുമോൾ ഹയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അഖിൽമാരാറുടെ PR വാസ് ലൈക്ക് ഹിസ് ക്ലോസ് ഫ്രണ്ട്, പിന്നെ കുറച്ച് വേറെ ടീമായിരുന്നു. അങ്ങനെ അതിന് മുന്നോട്ട് പോകുന്ന സീസണുകളിൽ PRൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ കുറവായിരുന്നു. അതൊക്കെ രജിത് കുമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താനാ സേർന്ന കൂട്ടെന്നൊക്കെ പറഞ്ഞ പോലത്തെ ഐറ്റമായിരുന്നു. പക്ഷേ സീസൺ 6 മുതൽ കളി അങ്ങനെയല്ല, സീസൺ 5-6 മുതലൊന്നും കളി അങ്ങനെയല്ല. 7 എത്തിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ട്രാക്ക് കിട്ടി. മലയാളം ബിഗ് ബോസും ഒരു ഹിന്ദി തമിഴ് എന്നല്ല ഹിന്ദി ബിഗ് ബോസിൻ്റെ ഒക്കെ വൈബിലേക്ക് ലക്ഷങ്ങൾ മുടക്കി PR ചെയ്ത് വരുന്ന ആളുകളുടെ ഒരു പാറ്റേണിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങി. മനസ്സിലായോ? അപ്പോൾ ഇനി മോർണിംഗ് ടാസ്കിലേക്ക് പോകാം. അതിനു മുമ്പ് ഇന്ന് വന്ന പ്രമോ നമുക്കൊന്ന് വെക്കാം. ഇൻട്രസ്റ്റിംഗ് പ്രമോ ആണ്. PR-ന്റെ ബലത്തിൽ ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് അനുമോളാണ്. ഒരു PR-ന്റെയും പിൻബലം ഇല്ലാതെ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നെവിനാണ്. ഇവിടെ കുറച്ച് പാവങ്ങളുണ്ട്, നമുക്കൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റൂലായിരിക്കും. മിക്കവാറും എല്ലാവരും PR യൂസ് ചെയ്തായിരിക്കും. PR ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളത് ബിന്നിക്കാണ്. നോമിനേഷനിലുള്ളവരൊക്കെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് കൊടുക്കും, അനുമോൾ ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊടുക്കലില്ല. അത്രയും നമ്മൾ എഫേർട്ട് ചെയ്തിട്ട് കളിക്കുമ്പോൾ കുറച്ച് പേരായിട്ട് PR ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇതിന് ഇമോഷണൽ ആവാൻ എനിക്കറിയില്ല. ലൈക്ക് ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പ്രമോ. ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇന്ന് അവിടെ വന്ന് പറഞ്ഞ ഓരോ കണ്ടസ്റ്റൻറ്റിനും വളരെ കൃത്യമായിട്ട് പുറത്തുനിന്ന് തന്നെ അറിയാം ഏതൊക്കെ കണ്ടസ്റ്റൻറ്റ് കയറുന്നു, അതിൽ ആരുടെയൊക്കെ PRകൾ ആർക്കൊക്കെ വേണ്ടി PR ചെയ്യുന്നു. ഇവർക്കൊക്കെ എല്ലാവർക്കും തമ്മിൽ അറിയുന്ന കേസുകളായിരുന്നത്. മനസ്സിലായി? ഇപ്പം അതിനകത്ത് കയറിയിട്ട് കൃത്യമായിട്ട് ഇന്നാക്ക് കഴിഞ്ഞ കൊല്ലം നമ്മളോടാ ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഓക്കെ മേ ബി വൈൽഡ് കാർഡായിട്ട് കയറി നമുക്ക് ചിലപ്പോൾ PRകളെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ആദ്യം കയറി കണ്ടസ്റ്റൻസിന് PRകളെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടായിരുന്നു. പക്ഷേ സീസൺ 7 എത്തിക്കും കളി മാറി. അതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്ന 11 പേർക്കും കൃത്യമായിട്ട് അറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്ലെയറുടെ PR ആരൊക്കെയാണെന്ന്. കാരണം പലരും പല PRകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട്. പലരുടെ PR വർക്കുകളും പലരും എടുത്തതായിട്ട് മറ്റവരോട് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് അവർക്കൊരു ഫ്രെയിം ഉണ്ട്, ഒരു എക്സാക്ട് കൗണ്ട് ഓർ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും ദേ ഹാവ് എ ഫ്രെയിം. ഓക്കെ, ഇന്ന വ്യക്തി ഇന്ന ആൾക്ക് എന്നുള്ളത് അവർക്ക് അറിയാം. പിന്നെ ബിന്നി പറഞ്ഞ കേസ് ഞാൻ പറയാം. അനുമോൾ ബിന്നിയോട് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അനുമോൾ തന്നെ ആ വീട്ടിനകത്ത് പല സാഹചര്യങ്ങളിൽ പല ഘട്ടങ്ങളിൽ പല ആളുകളോടായിട്ട് PRൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ബിന്നിയായിട്ട് എത്രത്തോളം അവർ ഡിസ്ക്ലോസ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അതോ ഇനി ബിന്നി കളിച്ചതാണോ എന്നറിയില്ല. കാരണം ബിന്നിയുടെ ഹസ്ബൻഡ് കയറിയ സമയത്ത് ബിന്നിയുടെ ഹസ്ബൻഡിന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം.
ഓക്കെ, ബിന്നിയുടെ ഹസ്ബൻഡിന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം. സോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സമയത്ത് നിനക്കൊരു ടാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് അടിക്കാൻ പറ്റിയ ഒരു വടിയായിട്ട് നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ബിന്നിയുടെ അടുത്ത് കൊടുത്തതായിരിക്കാം. മേ ബി അങ്ങനെയും ഗെയിം ആവാലോ. എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വെച്ച പണി ഓനെ 1.5 പണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി ഈ PR. ഞാൻ തുറന്നു പറയുകയാണ്, ഞാൻ എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസിൽ കയറിപ്പോയ ഒരാളാണ്. മനസ്സിലായോ? എന്നെ പല PRകളും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ PRകളൊക്കെ ഇപ്പോൾ ആക്റ്റീവായിട്ട് പലർക്കും PR ചെയ്യുന്നുമുണ്ട് ഈ സീസണിൽ. പക്ഷെ ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല, ആരോടും എൻ്റെ PR ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആകെ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്തോ. ഞാൻ ആകെ എൻ്റെ വൈഫ് ജിത്തുബായി പിന്നെ കുറച്ച് എനിക്ക് അറിയാവുന്ന ആളുകൾ കൂട്ടിപ്പോയ ഒരാളാണ്. ബിക്കോസ് എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ കുറേ ഐറ്റങ്ങളായിരുന്നു. അതൊക്കെ ഞാൻ നേടി വന്നുകൊണ്ട് തന്നെ ഇനി എത്ര PRൻ്റെ നെഞ്ചത്ത് വന്ന് പൊങ്ങാലിട്ടാലും ഐ ആം ഹാപ്പി മാൻ ആൻഡ് ഐ ഹാവ് അച്ചീവ്ഡ് എ ലോട്ട്. മനസ്സിലായോ? ഞാൻ ഒരുപാട് അച്ചീവ് ചെയ്തു. നമുക്ക് അങ്ങനെയാണ് PR വെച്ച് ബിഗ് ബോസ് പോയി ഗെയിം കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, പിന്നെ ലൈഫിൽ PR തന്നെ വേണ്ടൊരു എല്ലാ കാര്യങ്ങളും മേടിച്ച് തരാനും മുന്നോട്ട് നമ്മളെ കൊണ്ടുപോകാനും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ജിൻഡോ. പക്ഷേ എനിക്കൊന്നും അങ്ങനെയല്ല. ഞാനൊന്നും PR ഇല്ലാതെ സുഖമായിട്ട് ബിഗ് ബോസിൽ കയറിപ്പോയി, കാശും കിട്ടി, ലൈഫും ചേഞ്ചായി, പുറത്തിറങ്ങി നമ്മളെ ലൈഫ് സെറ്റാക്കി നമുക്കുള്ള അച്ചീവ്മെൻറ്റ്സ് നമുക്ക് കിട്ടി. നമുക്കൊരു PR വേണ്ട പിന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. നമുക്കറിയാം നമ്മൾ വെട്ടിയ വഴിയാണ്, നമ്മൾ തന്നെ അതിൽ മുന്നോട്ട് പോകും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവർക്ക് ആഫ്റ്റർ PR ലൈഫ് ഒരു ബിഗ് ബോസ് ആവില്ല, റിയാലിറ്റി ആയിരിക്കും. പക്ഷെ PR ഉള്ളവർക്ക് ആഫ്റ്റർ ബിഗ് ബോസ് ഒരു PRനെ ലൈഫ് ലോങ് ഹയർ ചെയ്ത് ഒപ്പം കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെയൊക്കെ ഒരു വ്യത്യാസമുണ്ട് ഇതിനകത്ത്. എന്താണ് ബിന്നി പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് പോയി നോക്കാം. കേട്ടിരിക്കുന്ന അനുമോളുടെ തന്നെയാണ്. കേട്ടത് ഞാൻ കളഞ്ഞു. അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് മാത്രം ഞാൻ പറയുന്നത്. അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അവൾക്ക് PR ഉണ്ടെന്നും എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു. എത്ര ലക്ഷമാണെന്ന് വരെ പറഞ്ഞു. പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവാം. എന്നിട്ട് അത് വെച്ചിട്ട് പോയി കഴിഞ്ഞ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും കൊടുക്കുന്നത്. മൈക്കൊക്കെ മാറ്റി പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ മരത്തിന്റെ നിന്റെ ബെഡിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിനക്ക് നിഷേധിക്കാം, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേട്ട കാര്യം പറയുന്നു എന്നല്ല, നിന്റെ വായിന്ന് കേട്ട കാര്യം പറയുന്നു എന്നുള്ളതാണ് എന്റെ പറയൂ. അതെ, നിനക്ക് PR ഉണ്ട്. എത്ര ലക്ഷം അതൊക്കെ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു എന്നല്ലേ പറയുന്നത്. പറയണോ? പറഞ്ഞോളൂ. 16 എത്രയോ ആണ് പറഞ്ഞത്. 16 എത്രയാണ് പറഞ്ഞത്. അത് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. 16 ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കണോ 16 ലക്ഷം എന്നൊക്കെ. ഡേ റിയാലിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, യു ടേക്ക് എ സ്കെയിൽ ഫ്രം 13 to 16 ഇതിനിടയിലാണ്. ഓക്കെ, അത് 13 ആവാം, 16 ആവാം, 14 ആവാം, 15 ആവാം. ഇതെങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. സി, ഞാനൊരു അനുമോളുടെ കേസ് മാത്രം പറയാം. അനുമോൾ ഈസ് എ ഹൈ പ്രൊഫൈൽഡ് കണ്ടസ്റ്റൻറ്റ്. ഓക്കെ, ഈ വർഷം ഡെയിലി അല്ല പേയ്മെൻറ്റ്. ഞങ്ങളൊക്കെ ഡെയിലി പേയ്മെൻറ്റ് മേടിച്ച ആൾക്കാരാണ്. ഈ വർഷം വീക്ക്ലിയാണ് പേയ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് വാങ്ങുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് അനുമോളായിരിക്കും. ഓക്കെ, അപ്പോൾ അനുമോൾക്ക് ഇത് പല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഇത്ര പേയ്മെൻറ്റ് കൊടുക്കാം. ഓക്കെ, ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം വിന്നറായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പറഞ്ഞ മൊത്തം എമൗണ്ട് ഒന്നില്ലെങ്കിൽ അവർക്ക് ഏത് രീതിയിലും സെറ്റിൽ ചെയ്യാൻ പറ്റും. ഇനി അല്ലാത്ത പക്ഷം, ഓക്കെ, വിന്നർ ആവാത്ത പക്ഷമാണെങ്കിലും ഒരു സർട്ടൻ നെഗോസിയേഷനിൽ ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ആ കൊടുക്കുന്ന പേയ്മെൻറ്റ് എങ്ങനെ കൊടുക്കണം? ഇപ്പോൾ ഡെയിലി വാങ്ങുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വീക്ക്ലി വാങ്ങുന്ന നമ്മളുടെ പേയ്മെൻറ്റിൽ നിന്ന് ചിലപ്പോൾ പോവാം, വിന്നിങ് എമൗണ്ടിൽ നിന്ന് പോവാം. ഇല്ലെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മളെ വെച്ച് PR കുറേ വർക്ക് പിടിക്കും. ഇപ്പോൾ ബിഗ് ബോസ് വിന്നറായിട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ആൾക്ക് കുറച്ചധികം പ്രോഗ്രാംസ് കിട്ടിയതായിട്ട് നമ്മളെ കണ്ണിലുണ്ട്. ആ വ്യക്തിക്ക് കിട്ടിയ പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്തതും പിടിച്ചു കൊടുത്തതും ഇതേ PR ആയതുകൊണ്ട് തന്നെ PR അതിൽ നിന്ന് പൈസ എടുത്തു. അങ്ങനെയാവാമല്ലോ. അപ്പോൾ അനുമോള കേസിലും അങ്ങനെയാവാം. ഇത് പല രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. എന്താണെങ്കിലും 16 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ കണ്ണിങ്ങനെ തള്ളേണ്ട കാര്യമൊന്നുമില്ല. ഇൻ കമ്മിങ് ഇയേഴ്സ് ബിഗ് ബോസ് സീസൺ 15 13 14 ഒക്കെ ആകുമ്പോഴത്തേക്ക് 50 60 70 ലക്ഷം രൂപയ്ക്ക് PR ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? അത്രയും ഗ്രാവിറ്റിയിൽ PR ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ കാണാൻ പറ്റും. ഈ PR ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ ഇവർ വോട്ട് അക്യുമുലേറ്റ് ചെയ്യേണ്ടവർക്ക് വേണ്ടിയിട്ട് പല രീതിയിൽ റീൽസ് കട്ട് ചെയ്തിടണം, 24 hours വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ എങ്ങനെയാണ് വോട്ടിംഗ് ടാക്ടിക്സുകൾ ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇല്ലേ? ക്ലിക്ക് ഫാമിംഗ് അടക്കം പല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു PRൻ്റെ പണിയാണ്. ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസ് പോലത്തെ ഒരു ബിഗ് ബോസിനകത്ത് 50 60 ലക്ഷം രൂപ കൊടുത്ത് PRന് കൊടുത്തിട്ട് പോകുന്നവരുണ്ട്. അവർക്കൊക്കെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാനാണ്.
അവർക്കൊക്കെ സൊസൈറ്റിയിൽ ഇറങ്ങി പ്രൊഫൈൽ ഇല്ല. അല്ല ബിഗ് ബോസിന് കിട്ടുന്ന ഡെയിലി പേയ്മെൻറ്റോ അവിടുന്ന് കിട്ടുന്ന വിന്നിങ് എമൗണ്ടോ അല്ല അവർ നോക്കുന്നത്. അവർ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന വർക്കുകൾ, അല്ലെങ്കിൽ കുറേ പൈസ ഉള്ളവന് അവനൊരു ഫെയിം, മനസ്സിലായോ? OTP ജനറേറ്റർ വഴിയുള്ള വോട്ടിങ്, ക്ലിക്ക് ഫാമിംഗ് വഴിയുള്ള വോട്ട് അങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ ഇവിടുത്തെ ഗ്രൂപ്പുകൾ നിങ്ങൾ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഗ്രൂപ്പുകൾ കാണും ഇവിടെ, പാർട്ടി ഗ്രൂപ്പുകൾ. മനസ്സിലായോ? ഒരു സ്ഥലത്തിനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകളെ, ഇപ്പോൾ ഫിജി കാട്ട് അടക്കമുള്ള ഫേമുകളുടെയൊക്കെ ഗ്രൂപ്പുകൾ, വലിയ വലിയ നമ്പേഴ്സുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളൊക്കെ ചിലപ്പോൾ PR വർക്കേഴ്സ് ആക്സസ് ചെയ്തിട്ട് അതിനൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് ഓരോ പോസ്റ്റുകളോ റീലുകളൊക്കെ ആയിട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, പലരെയും മാനിപ്പുലേറ്റ് ചെയ്യാം, പല രീതിയിൽ വോട്ടുകൾ. അത് വോട്ടിങ്ങിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബട്ട് PR ഈസ് ഫോർ വോട്ട്. അതാണ് PR എന്തിനാ ഒരാൾ വയ്ക്കുന്നത്? വോട്ടിനാണ്. ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയാൽ വോട്ട് വേണം, മനസ്സിലായോ? അതിനു വേണ്ടി തന്നെയാണ് ഇവർ വെക്കുന്നത്. പിന്നെ അവർ കളിക്കുന്ന ഗെയിം PR പഠിപ്പിച്ച് വിട്ടതാണെന്ന് ചോദിച്ചാൽ ആയിരിക്കാം, അല്ലാതിരിക്കാം. ഇപ്പം എനിക്ക് കഴിഞ്ഞല്ലോ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു അൻസിബയുടെ കേസ്. നല്ല രീതിയിൽ PR ട്രെയിനിങ് കിട്ടി വന്ന പോലെയാണ് എനിക്ക് അൻസിബേനെ തോന്നിയിട്ടുള്ളത്. ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഷോ അൻസിബ പൊട്ടി. എത്ര ദിവസം ഒരാൾക്ക് PR പഠിപ്പിച്ച മാതിരി കാര്യങ്ങൾ കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റും? അങ്ങനെ കുറേ ആളുകളുണ്ട്, മനസ്സിലായി? ഒരു PR-ൻ്റെ ബലത്തിൽ. ഇപ്പം ഞാൻ കഴിഞ്ഞോളം ശ്രീധുവിനെ ഭയങ്കരമായിട്ട് ഡൗട്ട് ചെയ്തിരുന്നു. ശ്രീധുവിനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിലുള്ള PR അടിച്ചിട്ടല്ലേ പോകുന്നത്. അപ്പം പലരെയും നമുക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടാവും. ചിലത് ഡൗട്ട് മാത്രമായിരിക്കും, മനസ്സിലായോ? അല്ലെങ്കിൽ ചിലത് നമ്മളെ തോന്നൽ മാത്രമായിരിക്കും. പക്ഷേ PR ഈസ് ദെയർ, റിയാലിറ്റിയാണ്. അപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ 16 ലക്ഷം അനുമോക്ക് എന്ന് പറയുമ്പോൾ അത് അനുമോൾക്ക് ആരെങ്കിലും 16 ലക്ഷം PR ഉള്ളതുകൊണ്ട് ബിഗ് ബോസിൻ്റെ ടീം പുറത്താക്കൂ? ഇല്ല. കാരണം ആ ഷോ എന്താ, എൻഡ് ഓഫ് ദ ഡേ ആ കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കുന്നു. ആ കണ്ടസ്റ്റൻസ് ഏതെങ്കിലും ഒരാഴ്ച എന്ത് ചെയ്യുന്നു, വീട്ടിലെല്ലാവരും കൂടി എവിക്ഷനിലിടുന്നു. ആ കണ്ടസ്റ്റൻറ്റ് കുറേ വോട്ട് കിട്ടുന്നു, ആ കണ്ടസ്റ്റൻറ്റ് സേവ് ആവുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ വോട്ട് PR എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ടീമിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ല? ഇത്രയേ ഉള്ളൂ PR-ൻ്റെ കളി. പിന്നെ ഈ കൊല്ലം നടന്നൊരു PR-ൻ്റെ ഗെയിം ഞാൻ പറഞ്ഞുതരാം. സാബുമാൻ ഇന്നൊക്കെ അടിപൊളി പെർഫോമൻസ് ആണ് സാബുമാൻ. ഞാൻ ഒന്നും പറയുന്നില്ല. ആകെ നിങ്ങൾക്ക് ലൈവ് കണ്ടവർക്കും ഇനിയിപ്പോൾ ഈ വരുന്ന എപ്പിസോഡ് കാണുന്നവർക്കും മനസ്സിലാവും. പക്ഷേ ഇതുവരെയുള്ള ആഴ്ചകൾ സാബുമാനെ സേവ് ആക്കിയത് വേറെ കുറേ PR-കൾക്ക് അവരുടെ കണ്ടസ്റ്റൻസിനെ ടോപ്പ് 5-ലേക്ക് കൊണ്ടുപോകാൻ വേറെ കുറേ കണ്ടസ്റ്റൻസിനെ തട്ടേണ്ടിയിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. സിമ്പിളാണ്. ഞാനിതൊക്കെ എൻ്റെ വീഡിയോയിൽ അന്ന് വന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു മക്കളെ എന്നെ. ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത്. അഡ്വാൻസ് മാത്രം കൊടുത്തു. 50,000 അഡ്വാൻസ് കൊടുത്തു. ബാക്കി 50,000 അങ്ങനെ കൊടുത്തു. ബാക്കി ഇവിടുന്ന് കിട്ടി കഴിയുമ്പോ എത്ര നാളെ നിൽക്കും അതനുസരിച്ച് കൊടുക്കും. ഡയറക്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഓക്കെ, നിനക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഇവർ രണ്ടുപേർത്താ. ആയിക്കോട്ടെ, എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ബിന്നി പറയുന്നത് അതിന്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെയാണ്. കണക്കും കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നത്, ഞാൻ നിങ്ങളൊരു അപ്രോക്സ് പറഞ്ഞല്ലോ. അതിപ്പോൾ എങ്ങനെ രീതിയിൽ ഗഡുക്കളായി കൊടുത്തു എന്ന് നമുക്കറിയില്ല. എന്നാലും ഒരു കാര്യം എനിക്കറിയാം, പല PR-കളും ഇവിടെ പൈസ വാങ്ങി പലർക്കും പണി എടുക്കാതിരുന്നിട്ടുണ്ട്. ഓക്കെ, ഒരു PR തന്നെ 3-4 ആൾക്ക് പണി എടുത്തിട്ടുണ്ട്. അത് ഈ സീസണിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പുറത്ത് തുറന്നു വന്ന് പറയാൻ ഇതൊരു ടൈമാണെന്ന് ഞാൻ പറയുന്നു. അത് നിങ്ങൾ പറയണം. എനിക്കൊരു ഹിയർസേ മാതിരി വന്നിരുന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഇത്രയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ബാക്കിയൊക്കെ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ PR ഉള്ള ആളുകൾ ആരൊക്കെയെന്ന് ഇപ്പോൾ വീട്ടിനകത്തുള്ളവരെ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വീട്ടിനകത്തുള്ളവർ. പുറത്തായവരുടെയൊക്കെ PR വീക്ക് ആയതുകൊണ്ടാണല്ലോ അവർ പുറത്തായത്. അവർക്കൊക്കെ PR ഉള്ളവരാണെങ്കിൽ പോലും വീക്ക് PRs ആയതുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ കണ്ടന്റുകൾ പുറത്ത് വന്നിട്ടും PR-നത് പണിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടും അതാണ് വീക്ക് PR. ഓക്കെ, അതുകൊണ്ടാണ് അവർ പുറത്തായിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഈ വീട്ടിനകത്ത് PR ഉള്ള ആളുകളെ ഞാൻ പറഞ്ഞത് നെവിൻ. ഓക്കെ, നെവിൻ ഒരു PR ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. പ്രീവിയസ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള കുറേ ആളുകൾ നെവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞങ്ങളുടെ സീസണിലുള്ള കുറേ ആളുകൾ നെവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ നെവിനൊരു ഒഫീഷ്യൽ PR ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1-2 ഇൻ്റർവ്യൂ ചാനലുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇടുന്നത് അല്ലാതെ വേറെ നെവിനൊരു ഹെൽത്തി ഭയങ്കര മാസ് PR അല്ലെങ്കിൽ പൈസ കൊടുത്തിറക്കി PR ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ ഇത് ഞാൻ പറയുമ്പോഴും ഓൺ അതർ ഹാൻഡ് ഇതൊരു ഹിയർസേ ആണ്. നെവിന് വേണ്ടി പൈസ ഇറക്കാൻ ആളുണ്ടെന്നും PR അടുപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഹിയർസേ പോലെ എനിക്ക് കിട്ടിയിരുന്നു. പക്ഷേ നെവിൻ്റെ ഒരു വോട്ടിൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല നെവിൻ അങ്ങനത്തെ ഒരു സ്ട്രോങ് PR ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ളത്. ഡെഫിനറ്റ്ലി PRing വിൽ ബി ദർ. അത് പ്രീവിയസ് കണ്ടസ്റ്റൻസ് വന്ന് സപ്പോർട്ട് ചെയ്താലും ദാറ്റ്സ് എ കൈൻഡ് ഓഫ് PR, ബട്ട് ഇറ്റ്സ് നോട്ട് എ സ്ട്രോങ് PR ഫോർ നെവിൻ. ഓക്കെ, ഈ ആഴ്ച ചാടാനും ചാൻസ് ഉണ്ട് നെവിൻ.
അടുത്തത് സാബുമാന് ഒരു സ്ട്രോങ് PR ഉണ്ടായിരുന്നില്ല. വേറെ കുറേ ഇപ്പോൾ ഈ അനുമോളുടെയോ അല്ലെങ്കിൽ അനീഷിൻ്റെയോ അക്ബറിൻ്റെയോ ഷാനവാസിൻ്റെയോ ഒക്കെ PR ഗ്രൂപ്പുകളിൽ ഇവനെ സേവ് ആക്കി വിട്ട് കഴിഞ്ഞാൽ വേറെ കുറേ കണ്ടസ്റ്റൻറ്റുകൾ, ഇപ്പോൾ അഭിലാഷ് പോയി, ഒനീൽ പോയി, ഗിസേൽ പോയി, മനസ്സിലായോ, ജിഷിം പോയി, കുറേ ആളുകൾ ഇങ്ങനെ ചാടുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ഇപ്പോൾ ലെറ്റ്സ് സേ സാബുമാൻ കിടക്കുന്നത് ഏറ്റവും ലാസ്റ്റ് എന്ന് വിചാരിച്ചു. സാബുമാനും അഭിലാഷും ഒനീലും ജിഷിനും തമ്മിൽ ഏറ്റവും ഇപ്പോൾ 7ാം സ്ഥാനത്ത് ജിഷിനാണ്, അതിന് താഴെ ഒനീലും, അതിന് താഴെ അഭിലാഷും, അതിന് താഴെ സാബുമാനും എന്ന് വിചാരിച്ചു അല്ലേ. 6ാം സ്ഥാനത്ത് ഇവൻ ജിഷിൻ, 7ാം സ്ഥാനത്ത് അഭിലാഷ്, 8ാം സ്ഥാനത്ത് ഒനീൽ, 9ാം സ്ഥാനത്ത് ലക്ഷ്മി, 10ാം സ്ഥാനത്ത് നമ്മളെ സാബുമാനാന്ന് വിചാരിച്ചോ. സാബുമാനും 6ാം സ്ഥാനത്ത് കിടക്കുന്ന ജിഷിനും തമ്മിലൊരു 2000 വോട്ടിൻ്റെ വ്യത്യാസം ഉള്ളൂന്നുണ്ടെങ്കിൽ സാബുമാനെ പിടിച്ച് 2000 വോട്ട് ആര് അതുവരെ വോട്ടിങ്ങിൽ ഇല്ലാത്തതോ അതോ ടോപ്പ് വോട്ടിങ്ങിലുള്ള വല്ല അനുമോളുടെ PR ഓ ഷാനവാസിൻ്റെ PR ഓ അല്ലെങ്കിൽ അനീഷിൻ്റെ PR ഓ സാബുമാന് കൊണ്ടുവന്നിട്ടുണ്ട്, 2000-3000 വോട്ടാണ് കൊടുക്കും. അതോടുകൂടി സാബുമാൻ ഇവിടുന്ന് ചാടി മൂളിക്കെത്തി. അടുത്ത ലക്ഷ്മിക്ക് കൊടുത്ത് ലക്ഷ്മി ചാടി മൂളിക്കെത്തി. ആര് പോകുന്നു? ജിഷിൻ പോകുന്നു, ഒനീൽ പോകുന്നു, അഭിലാഷ് പോകുന്നു. അതാണ് PR കാൽക്കുലേഷൻ, അതാണ് PR ഗെയിം. ഇത് ഞാൻ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ സാബുമാൻ്റെ കേസ് അതാണ്. സാബുമാൻ ഇപ്പോൾ PR ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഫാൻസ് കുറേ ആൾക്കാർ സാബുമാൻ ചാടിയിട്ടുണ്ട്. സാബുമാൻ്റെ ഇന്നത്തെ പെർഫോമൻസും ഇനി മുന്നോട്ടുള്ള പെർഫോമൻസും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ പണി കിട്ടാൻ പോകുന്നത് അനീഷിനാണ്. ബിക്കോസ് അനീഷിനെ ഒരു കോമണറായിട്ടാണ് എല്ലാവരും കാണുന്നത്, സാബുമാനെ ഒരു കോമണറായിട്ട് എല്ലാവരും കാണുന്നത്. കോമണർ വേഴ്സസ് കോമണർ ആ ഒരു സാധനം കാണും, മനസ്സിലായ? അപ്പോൾ സാബുമാൻ ഒരു സഹതാപത്തിൽ വന്നതും പിന്നെ അവൻ്റെ പെർഫോമൻസും കൂടി ആകുമ്പോഴത്തേക്ക് സാബുമാൻ ഒരു എന്താ പറയുക, ഇനി ഏതെങ്കിലും PRകൾ സാബുമാൻ ഏറ്റെടുത്താലും ഏറ്റെടുക്കും. ഓക്കെ, ഡയറക്റ്റായിട്ട് ഏറ്റെടുക്കും. ഇത്രയും ദിവസം ബാക്കിയുള്ളവരുടെ PRകൾ മറ്റവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണെങ്കിൽ ഇനി ഡയറക്റ്റ് ഏറ്റെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ലക്ഷ്മി ഓബ്വിയസ്ലി ഹാവ് എ സ്ട്രോങ് PR, മനസ്സിലായല്ലോ. ആ PR അത്യാവശ്യം ചാനലും അല്ലെങ്കിൽ ബാക്കി എല്ലാ പരിപാടികളൊക്കെ ചെയ്തും ഷോസൊക്കെ ചെയ്ത് അത്യാവശ്യം അറിയുന്നൊരു PR ആണ്, അത്യാവശ്യം ഹെൽത്തി PR ആണ്, പ്ലസ് 2 ജെൻഡർ സ്ക്വാഡ്. ഓക്കെ, അപ്പോൾ ലക്ഷ്മിക്ക് സ്ട്രോങ് PR ഉണ്ട്. ആര്യൻ തുടക്ക സ്റ്റേജിൽ ആര്യൻ പല രീതിയിൽ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR ത്രൂ, ഒരു PRനെ കോൺടാക്ട് ചെയ്തിട്ട് PR ത്രൂ ആണ് എന്നെ, ആ PR ആണ് എനിക്ക് ശരിക്കും ഫോൺ ചെയ്ത് പറഞ്ഞത് ഇത് ആര്യൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് പോകുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്നെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, ജസ്റ്റ് പോകുന്നുണ്ട് എന്നുള്ളത്. അതിപ്പോൾ അക്ബർ വിളിച്ചിട്ടുണ്ട്, ആര്യൻ വിളിച്ചിട്ടുണ്ട്, അബിയായിട്ട് ഞാൻ സംസാരിക്കലുണ്ടായിരുന്നു, അതത്രയേ ഉള്ളൂ ആ സ്കീം. അല്ലാതെ ഇപ്പോൾ ആദിലാനോറായിട്ട് ഞാൻ സംസാരിക്കലുണ്ടായിരുന്നു, അല്ലാതെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വിളിച്ച വിളിയൊന്നുമല്ല. ബട്ട് ആര്യന് ഇപ്പോൾ PR ഉണ്ടെന്ന് വെച്ചാൽ ജാങ്കോ സ്പേസ്, എനിക്ക് തോന്നുന്നു ഇഫ് ഐ എം നോട്ട് റോങ് ജാങ്കോ സ്പേസ് ആണ് അവന് വേണ്ടി ഓൺലൈനിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇടുന്നതും PR എന്നുള്ള രീതിക്ക് വർക്ക് ചെയ്യുന്നതും. ഞാനിത് പറയുമ്പോൾ PRs ഒന്നും ഒഫൻഡഡ് ആവണ്ട, വിനു ഒഫൻഡഡ് ആവണ്ട, ഞാൻ ഇനി പറയുന്ന പേരുകളും നിങ്ങൾ ഒഫൻഡഡ് ആവുന്ന. ഞാൻ പറയുന്നത് നിങ്ങൾ പൊട്ടയാണ്, നിങ്ങൾ ഇത് മോശം പണിയാന്നല്ല, മനസ്സിലായോ? നിങ്ങൾ പൈസ മേടിച്ചു, നിങ്ങൾ അതിനുള്ള പണി എടുക്കുന്നു. ഇപ്പോൾ സിനിമയ്ക്ക് PR ഇല്ലേ? ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾ മറ്റേ PROനെ കാണാറില്ലേ? പേഴ്സണൽ റിലേഷൻഷിപ്പ് ഓഫീസർ. എന്തിനാ ഞാൻ പറയാം, മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അടക്കം PR ഉണ്ട്. ഇവിടെ പല യൂട്യൂബേഴ്സിനും PR ഉണ്ട്. അപ്പം പൈസ കൊടുത്ത് അതിന് പണിയെടുക്കുന്ന ആളുകൾ അവർ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. പക്ഷേ ആ പൈസ കൊടുത്ത് പണിയെടുക്കുന്നവർ വേറൊരുത്തിൻ്റെ ജീവിതം തൊലച്ചിട്ട് വേറൊരുത്തിൻ്റെ ജീവിതം തൊലച്ചിട്ട് അവരിത് എന്ത് ചെയ്യാൻ? സ്വന്തം പൈസ മേടിച്ച ആളെ പൊക്കാൻ. അതുണ്ട്. കാരണം നാളെ നിങ്ങൾ ഡെയിലി ഇവർ PR ഫണ്ട് ചെയ്യില്ല. നാളെ നിങ്ങളത് മാറുമ്പോഴത്തേക്ക് ഇവർ എക്സ്പോസ്ഡ് ആവും. ഈ PR കൊടുത്താൽ നിങ്ങൾ ഇത്രയും കാലം ബൂസ്റ്റ് ചെയ്തവന്മാർ. അതൊരു സ്കീം വേറെ ഉണ്ട്. അപ്പോൾ ആര്യൻ്റെ കാര്യം നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ സ്ട്രോങ് PR എന്ന് പറഞ്ഞാൽ അനുമോൾ PRന് ആര്യനെ അറിയാം, പക്ഷേ ആ PR എടുത്തില്ല എന്നാണ് എൻ്റെ അറിവ്. എനിക്ക് തോന്നുന്നു അനുമോളുടെ PR അനുമോൾക്കായിട്ട് നിൽക്കുന്നു. ആര്യന് ഈ പറഞ്ഞ പോലെ 1-2 ഇൻ്റർവ്യൂ ചാനലുകൾ, അതിൽ തന്നെ ഈ ജാങ്കോ സ്പേസ് ആണ് ഫോർ മൈ നോളേജ്, ഇതാണ് അവർ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അടുത്തതുള്ളത് ആദിലാനോറയ്ക്ക് അവരുടെ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നൊരു മുംബൈ ബേസ്ഡ് കമ്പനിയാണ്. പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്ന കട്ട്സ് ഉണ്ടാക്കുന്നതൊക്കെ മുംബൈ ബേസ്ഡ് കമ്പനിയാണ്. പിന്നെ ദിയ ചേച്ചി അടക്കം ഒരുപാട് പേര് ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഒരു PR വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവർ ഈ വഴിക്ക് അങ്ങനെ കുറേ ആളുകൾ. പിന്നെ അനുമോക്ക് ഓബ്വിയസ്ലി വിനു വിജയൻ. പിന്നെ ഉള്ളത് അക്ബറിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ചിന്ത എന്ന പേരുള്ള ഒരാളുണ്ട്. ഇപ്പോൾ ചിന്ത ഞാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ഒരാളാണ്. ചിന്ത അടക്കം കുറച്ച് പേര് അക്ബർ ഫാൻസ് പേജ് അല്ലെങ്കിൽ അക്ബർ PRകളായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ചിന്തയൊക്കെ കുറച്ചധികം കാലമായിട്ട്, ശ്രീരാജ് വാരത്തുങ്കൾ, ചിന്ത, ഇവരൊക്കെ കുറച്ചധികം കാലങ്ങളായിട്ട് തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് പോകുന്ന കണ്ടസ്റ്റൻസിനും അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയുന്ന ആളുകളാണ്. ഇവരും PRകളാണ്.
അക്ബർ ബെൽറ്റിന് വേണ്ടിയിട്ട് ഇവർ ഒരു സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, PR പണിയും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു പൈസയുടെ ഫ്രീക്വൻസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിനുവിന് എനിക്ക് ക്ലോസ് ആയിട്ട് അറിയാം, അല്ലെങ്കിൽ വിനു ഇപ്പോൾ ഈ പറഞ്ഞ പല പ്രൊജക്റ്റുകളിലും നമ്മുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അറിയാം. ഓക്കെ, ഇനി അടുത്തതുള്ളത് ഷാനവാസ് ഓൾസോ ഡെഫിനറ്റ്ലി ഹാവ് എ PR. ഷാനവാസിന് PR ഉണ്ട്. ഷാനവാസിന് ആദ്യത്തെ സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാനവാസിന് ആദ്യത്തെ സ്റ്റേജിൽ ഇത്രയും സ്ട്രോങ് PR ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ PR ഉണ്ട്, ഇപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇല്ല, അത്രയും പൈസ മുടക്കിയ PR അല്ല. ഞാൻ അതും പറയാമല്ലോ, ഷാനവാസിൻ്റെ PR പറഞ്ഞാൽ പൈസ മേടിച്ച PR അല്ല, പൈസ മുടക്കിയ PR അല്ല. അത് ഒരു വ്യക്തി അത് ചെയ്യുന്നു, മുന്നിട്ടിറങ്ങി ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അത് ചെയ്യുന്നു. ആ വ്യക്തിക്ക് മേ ബി ഇപ്പം കുറച്ചും കൂടിയും ഷാനവാസ് പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഷാനവാസ് അതിനകത്ത് കാര്യങ്ങൾ ഓണാക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് വേറെ പല സൈഡിൽ നിന്നും ഇതേപോലെ PR-ന് പുഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് അയാൾക്കൊരു ഇപ്പോൾ ഒരു സ്ട്രോങ് PR ബേസ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും റിപ്പീറ്റ് പൈസ വെച്ചിട്ടുള്ളൊരു PR ആണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു തെളിവ് എൻ്റെ കയ്യിൽ ഷാനവാസിൻ്റെ കേസിലില്ല. അക്ബറിൻ്റെ കേസിൽ ഐ ഡൗട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. ആദില നോറയുടെ കേസിലും പൈസ വെച്ചൊരു PR ചെയ്യാൻ അവർക്ക് ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. മേ ബി അവരുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് മുംബൈ ബേസ്ഡ് ടീമിന് ചിലപ്പോൾ അവരുടെ റീൽസ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നതിന്, അത് ഡെയിലി അവരുടെ അക്കൗണ്ട് സ്ഥിരമായിട്ട് മാനേജ് ചെയ്യുന്ന ടീമുകളായതുകൊണ്ട് അവർക്കൊരു മന്ത്ലി പേയ്മെൻറ്റ് എന്താണെങ്കിലും പോകുമായിരിക്കും. അല്ലാത്ത പക്ഷം ബാക്കിയുള്ളവർക്കൊന്നും പൈസ കൊടുത്ത് PR ചെയ്യാൻ ആദില നോറയ്ക്കും പറ്റുന്നൊരു പണിയല്ല. ആര്യൻ്റെ ടീമിനും ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്ത് PR ചെയ്യാനുള്ളൊരു ഹെവി വകുപ്പുണ്ട് തോന്നില്ല. കുറച്ച് പൈസ കൊടുക്കാനുള്ള വകുപ്പുണ്ട്, കുറച്ച്. അത് ചിലപ്പോൾ കൊടുത്തോ ഇല്ല എന്നുള്ള കുറിച്ചിട്ട് നമുക്ക് ക്ലാരിറ്റി ഇല്ല. ഇനി അടുത്തതുള്ളത് അനീഷ്. ഡെഫിനറ്റ്ലി ഹാവ് എ PR. അനീഷിന് സ്ട്രിക്റ്റ് ആയിട്ടൊരു PR ഉണ്ട്, മനസ്സിലായോ? അനീഷിൻ്റെ PR-ൽ ഞാൻ കഴിഞ്ഞ വട്ടം ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോച്ച എലമെൻറ്റ് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കണക്കാക്കാം, നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാം. നിങ്ങൾ ചിന്തിച്ചെടുക്ക്, പല രീതിയിൽ പല മാർക്കറ്റിംഗ് ടീമുകളടക്കം. ഞാൻ പേരുകളൊന്നും വലിച്ചിടാത്തതെന്ന് പറഞ്ഞാൽ പലതും ഹിയർസേ ആയതുകൊണ്ടും പല സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും ഒക്കെ എനിക്ക് കിട്ടാറുണ്ട്. ഈവൻ ഇവിടുന്ന് കഴിഞ്ഞു പോയ കണ്ടസ്റ്റൻസിനായിട്ട് ഇപ്പോൾ അപ്പാനി ശരത്തിൻ്റെ PR-നോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് ഇവിടെ PR-ൻ്റെ ഗെയിം പൊട്ടിക്കാൻ മാത്രം കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും, മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞു പോയ കണ്ടസ്റ്റൻസ് ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചും പറയുന്നില്ല. ബിന്നി ഡെഫിനറ്റ്ലി ഹാവ് എ PR. നൂബിനെ നന്നായിട്ട് അറിയാം, അത് വർക്കൗട്ട് ചെയ്യുന്നത് നൂബിനുമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, PR ഉള്ളവരും ഇല്ലാത്തവരും അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും ഒരു കൈൻഡ് ഓഫ് PRing വർക്ക് ഇതിനകത്ത് ബിഗ് ബോസിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഡിയർ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്. ഓക്കെ, ആൻഡ് PR ഈസ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര വേസ്റ്റാണ്, മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പലരും ഞാൻ ഗ്രൂപ്പിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞു കണ്ടു, അയ്യോ PR ഉള്ളതുകൊണ്ട് എന്താണ് ഇപ്പോൾ അങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. എടേ, നിങ്ങളത് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ ആ കണ്ടസ്റ്റൻ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് അസസ് ചെയ്തിട്ട് കൊടുക്കുക വോട്ട്, മനസ്സിലായി? നിങ്ങൾ അസസ് ചെയ്ത് വോട്ട് കൊടുക്കുക. നിങ്ങൾ ഒരു കണ്ടസ്റ്റൻറ്റ്, ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വായിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാസ് ഡയലോഗ് കൊടുക്കുന്നു, വർത്തമാനം പറയുന്നത് മാത്രമല്ല, ടാസ്ക് ചെയ്യണം, ടാസ്ക് പെർഫോം ചെയ്യണം. ടാസ്ക് പൊട്ടിച്ചോ ജയിച്ചോ എന്നല്ല, ടാസ്ക് പെർഫോം ചെയ്യണം, മനസ്സിലായോ? പിന്നെ ക്രൂക്കഡ് ആവണം, മാനിപ്പുലേറ്റീവ് ആവണം, പിന്നെ ഒരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈൻ വേണം. ഇതാണ്, മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ ടീം തീരുമാനിക്കും ആ കണ്ടസ്റ്റൻ്റ് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളത്. വെരി അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തുറന്ന് പറയുകയാണ്, എന്നെ അവർ പ്രൊജക്റ്റ് ചെയ്ത രീതിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, എൻ്റെ ആവശ്യം ഒരു നല്ലവനായ, നല്ല മനുഷ്യത്വമുള്ള, നന്മയിൽ നടന്ന, നല്ല ക്ലെൻസിങ് നടക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ആവശ്യം അതായിരുന്നു, അതവൻ എനിക്ക് കൃത്യമായി ചെയ്തു തന്നു, മനസ്സിലായില്ലേ? പക്ഷേ എന്നെ പ്രൊജക്റ്റ് ചെയ്ത രീതിയിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരെന്തായില്ല, ഹാപ്പി ആയില്ല. സോ അതാ ഞാൻ പറഞ്ഞത്, PR-കൾ പുറത്തിരുന്ന്, ഇപ്പോൾ എനിക്കൊരു PR ഉണ്ടായിരുന്നെങ്കിൽ അവർ ഭയങ്കര ഇപ്പോൾ ഈ അർജുനൊക്കെ ചെയ്ത പോലെ നല്ല നന്മയെ പൊതിഞ്ഞ് ഭയങ്കര ക്യൂട്ട്, അല്ലെങ്കിൽ ഭയങ്കര ക്യൂട്ട് നിന്നെ പറയില്ല, ബട്ട് എ ഗുഡ് ഹ്യൂമൻ ബീങ്, എ ബെറ്റർ ഹ്യൂമൻ ബീങ്. ഇപ്പോൾ സാവുമാനൊക്കെ പറയുന്നില്ല, ചിരിച്ചിരിക്കുന്നു, ഇന്ന സന്യാസിയാക്കി, ഊമാ സന്യാസിൻ്റെ അങ്ങനെ ഒന്നും ചെയ്യാത്ത വാഴ എന്നൊക്കെ ആക്കി. എന്നാൽ ഞാൻ നോക്കുന്ന സമയത്ത് അർജുനെയോ ഇപ്പോൾ ഈ സീസണിലെ സാബുമാനെയോ ഒന്നും വാഴയാക്കുന്നില്ല. നമ്മൾ മിണ്ടാതെ ചെയ്യാതെ ഇരുന്നപ്പോൾ നമ്മൾ വാഴയെ, മനസ്സിലായില്ലേ? അതാണ് PR. ഞാൻ പറഞ്ഞത് അവിടെയാണ് PR-ൻ്റെ ഗെയിം. PR നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആംഗിളുകൾ. ഇപ്പോൾ എൻ്റെ ആംഗിളുകൾ നിങ്ങളിലേക്ക് എത്തിച്ച എൻ്റെ ശത്രുക്കളാണ്. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു ശത്രു ലൈൻ സെറ്റപ്പ്. എനിക്കെതിരായിരുന്നു PR. ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇതേ അനുമോളുടെ PR എന്നെ വിളിച്ചു പറഞ്ഞാൽ എന്താ പറയുക, പൊന്ന് സായി
നീ പിടിച്ചു വെച്ച വള്ളിക്ക് ഉണ്ണിമുന്തൻ്റെ അല്ലെങ്കിൽ മുതുകാടിൻ്റെ ഒക്കെ ടീമിൽ പെട്ട കുറേ ആൾക്കാർ കൊണ്ടുപോയി PR കൊടുത്തു. ഞാൻ അതിന് മുന്നേ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കിട്ടായിരുന്നു വേണ്ടി. പിന്നെ സിനിമാക്കാർ കുറേ ആൾക്കാർ എനിക്കെതിരെ PR, മനസ്സിലായോ? കുറേ ആളുകൾ എനിക്കിട്ടാ അടിച്ചിരുന്നത്. ഞാൻ നോക്കുമ്പോൾ റിവേഴ്സ് PR ആണ് എനിക്ക് നടന്നത്. ഇന്നെ എങ്ങനെയെങ്കിലും എൻ്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കാൻ എന്നെ തച്ച് താഴണം എന്നുള്ളത്. മക്കളെ, ഈ നാവും ഈ വർത്തമാനവും കൊണ്ട് ഇത്രയും കാലം എത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു PR പുല്ലിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇനി ഒറ്റയ്ക്ക് PR അടിച്ച് ഞാൻ മുന്നോട്ട് പോകും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പണിയെടുത്ത് ഞാൻ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ഞാൻ അതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ മുന്നോട്ട് അതേ ചെയ്യും. ഓക്കെ. ആൻഡ് ബിഗ് ബോസിന് PR ഉണ്ടോ ചോദിച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി ദാറ്റ് ഷോ ഹാവ് എ PR. ദ ചാനൽ ഹാസ് എ PR. കാരണം ഇത് എന്നല്ലാണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ. പിന്നെ PR കൊണ്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വോട്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. ചാനൽ നോക്കുന്നത് എന്താ അറിയോ, ഒരാളിലേക്ക് വോട്ടുകൾ ബൾക്കായിട്ട് എത്തുന്നു. ആ വോട്ടിൽ തന്നെ അവർ ഫേക്ക് അടിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ? അത് ഇല്ലയെന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് ചാനലിൽ പിടിക്കാൻ പറ്റും. ബട്ട് സോഷ്യൽ മീഡിയ ട്രാക്ഷൻ ഒരു വ്യക്തിക്കെതിരെ കയറുന്നുണ്ടെങ്കിൽ അത് ഈവൻ PR ആണെങ്കിൽ പോലും ചാനൽ എന്ത് ചെയ്യുന്ന അറിയോ, അത് എൻകറേജ് ചെയ്യും. കാരണം കുറേ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ വരും. ഇപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ നോക്കി മീൻസ് അനുമോൾ, ഗുഡ് ഓർ ബാഡ് ഇറ്റ്സ് അനുമോൾ. കഴിഞ്ഞ കൊല്ലം ഗുഡ് ഓർ ബാഡ് ഇറ്റ്സ് ജിൻഡോ. അപ്പോൾ ചാനൽ നോക്കുമ്പോൾ എന്താ, ട്രാക്ഷൻ ഉണ്ട്, വിസിബിലിറ്റി ഉണ്ട്, വ്യൂവർഷിപ്പ് ഉണ്ട്. മനസ്സിലായി? കൂടുതൽ ആളുകൾ കാണാൻ, ചീത്ത പറയാനാണെങ്കിലും നല്ലതിനാണെങ്കിലും അവർ അത് നോക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ അനീഷിൻ്റെ കേസ്, അനീഷിനെ കോമണർ എന്ന് പറയാൻ തന്നെ ഞാൻ ആകെ അത്ഭുതപ്പെടുകയാണ്. എങ്ങനെ അനീഷ് കോമണർ ആവുന്നത്? ഒരു TV റിയാലിറ്റി ഷോൻ്റെ 7, 8, 9 എപ്പിസോഡുകളിൽ സ്ഥിരമായിട്ട് വന്നൊരു സാന്നിധ്യം, അതാണ് അനീഷ്. മനസ്സിലായോ? സാബുമാനെ നിങ്ങൾ നോക്കിയ ഒരു ഇൻഫ്ലുവൻസറാണ്. ഒരു കോമൺ മാൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എൻ ഇൻഫ്ലുവൻസർ. വാട്ട് ഈസ് എ കോമണർ? ഗോപിക ഒരു കോമണർ ആയിരുന്നു. മനസ്സിലായോ? നന്ദനി ഇൻഫ്ലുവൻസർ കാറ്റഗറി ആയിരുന്നു. കോമണർ കാറ്റഗറിക്ക് ഇടാൻ പറ്റിയതായിരുന്നു. പക്ഷേ രതീഷ് ഏട്ടൻ വാസ് എ കോമണർ. അനീഷ് എങ്ങനെ കോമണർ ആവും? അനീഷ് കോമണറേ അല്ല. അനീഷ് ഒരു TV ഷോയുടെ അന്നത്തെ സക്സസ്ഫുൾ സെൽമി ദ ആൻസർ എന്ന് പറഞ്ഞ TV ഷോയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. ആ ഷോയിൽ അന്ന് വർക്ക് ചെയ്തവർ ഇന്നും ഉണ്ട് ചാനലിനകത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ അയാളൊരു കോമണറല്ല. അയാൾ ബാക്കിയുള്ളവർക്കും ഒരു കോമണറല്ല. ഇവൻ ഇന്ന് ഷാനവാസ് പറഞ്ഞൊരു ബൈറ്റ് ഉണ്ടായിരുന്നല്ലോ, ഇവൻ പറഞ്ഞ് PR പഠിപ്പിച്ച് വന്നതാണ് ഇവൻ ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യുന്നതെന്നാണ് ആര് പറഞ്ഞത്? നമ്മളെ അനീഷിനെ കുറിച്ചിട്ട് ഷാനവാസ് അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാൻ പറഞ്ഞ കാര്യം മാറ്റി പറയാണ്. ശരിക്കും PR വർക്ക് ചെയ്യുന്നത് അനീഷാണ്. PR-ന്റെ ട്രെയിനിങ്ങിലൂടെയാണ് ഇവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എനിക്ക്. ആ തെറ്റിദ്ധാരണ ഞാനത് മാറ്റുകയാണ്. ഷാനവാസ് ഈ ഒരു കാര്യം പറഞ്ഞില്ലേ, ഡെഫിനറ്റ്ലി പണിയും രാജിവെച്ച് 4-5 കൊല്ലം ഈ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയ ഒരാൾക്ക് PR കൊടുക്കാനാ പാട്? PR ഇല്ലാതിരിക്കുമോ? അല്ലെങ്കിൽ അതിലൊരു പാറ്റേൺ ബിൽഡ് ചെയ്യാതിരിക്കുമോ? ബട്ട് ഒരു പരിധി വരെ പറയാം, അനീഷ് സെൽമി ദ ആൻസർ കണ്ടവർക്ക് അറിയാം, അന്നും ഇന്നും ഇതേപോലെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നതായുള്ളൊരു പാറ്റേൺ ആണ്. പക്ഷേ അത് പോളിഷ് ചെയ്തു ബിഗ് ബോസിന് വേണ്ടിയിട്ട്, കൃത്യമായി ഉപയോഗിക്കാൻ പഠിച്ചു ബിഗ് ബോസിന് വേണ്ടിയിട്ട്. അത് PR ട്രെയിൻ ചെയ്ത് വിട്ടോണ്ട് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ അൽസിബേനെ ട്രെയിൻ ചെയ്ത് വിട്ടോന്ന് എനിക്കൊരു സംശയമുള്ള പോലെ എനിക്ക് ആരെ സംശയമില്ല, അനീഷിനെ സംശയമില്ല. PR ട്രെയിൻഡ് ആണോ എന്നുള്ളത്. പക്ഷെ PR പുറത്തത് യൂസ് ചെയ്യുന്നുണ്ട്. അനീഷിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ്, അനീഷിൻ്റെ ഈ കൈൻഡ് ഓഫ് ഗെയിം അവർ യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് യൂസ് ചെയ്യാൻ മാത്രം അങ്ങനെ ഒരു ഗെയിം കൊടുക്കുക എന്നുള്ളത് അത് അനീഷിൻ്റെ കഴിവ്. ഷാനവാസ് പറഞ്ഞ മാതിരി അനീഷിനെ പഠിപ്പിച്ചു വിട്ടു. ഇതൊരു പാറ്റേൺ, അയാൾ സ്വയം പഠിച്ചു വന്ന പാറ്റേൺ ആയിരിക്കും. അയാൾ ഈ ഷോ കാണാത്തയോ അല്ലെങ്കിൽ ഷോകളെ കുറിച്ച് അറിയാത്ത ഒരാളൊന്നുമല്ല. അയാൾ അങ്ങനത്തെ ഒരു കോമണർ അല്ല. അയാൾ ഷോസ് പങ്കെടുത്ത് കൺവിൻസ് ചെയ്ത് ഷോയിൽ കയറി ക്യാമറയുടെ മുന്നിൽ വന്ന് അങ്ങനത്തെ ഒരു ആളാണ് അയാൾ. മനസ്സിലായോ? ഒരു TV-യിൽ മിനി സ്ക്രീനിൽ ഉണ്ട് അയാൾ. റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ടുണ്ട്. സെൽമി ഡാൻസറൊക്കെ അയാൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു വെറും കോമണറെ പോലെ ട്രീറ്റ് ചെയ്ത് അയാളുടെ ക്രൂക്കഡ് സാധനത്തിൽ പോയി വീണത് നിങ്ങളാണ്. പിന്നെ അതിന് ശേഷം PR ആണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അങ്ങനെയുണ്ട് ഐറ്റം. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കാണാം. എപ്പിസോഡ് വന്ന സമയത്തായിരിക്കാം എൻ്റെ ഈ ഒരു ബോംബ് പൊട്ടുന്നത്. നിങ്ങൾ എപ്പിസോഡൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ബോംബ് കണ്ടാൽ മതി.